നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിലെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ സെറ്റിംഗ്സും നമുക്ക് എനേബിൾ ചെയ്തിടേണ്ടതായിട്ടില്ല. ചില കാര്യങ്ങൾ വാട്സപ്പിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ആപ്ലിക്കേഷനിൽ മസ്റ്റ് ആയിട്ടും ഓഫ് ചെയ്ത് വെക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങളും നിങ്ങളുടെ വാട്സപ്പിൽ ഓൺ ആയിരിക്കും. അപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്നുകൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇതിൽ 3ാമത്തെയും 4ാമത്തെയും സെറ്റിംഗ്സ് ഞാൻ ഈ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ ഒരു ലൈക്ക് കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയിൽ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ വാട്സപ്പിൽ ആദ്യമായിട്ട് ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ആണെന്ന് നോക്കാം. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ആക്കി 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിൽ പ്രൈവസി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് മൈ കോൺടാക്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ആളുകൾക്ക് അവർ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് ഇവിടെ കൊടുക്കുന്നത്. എവരിവൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആരെയിൽ കിട്ടിയാലും അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഡിഫോൾട്ട് ആയിട്ട് എവരിവൺ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ആയിരിക്കുന്നത്. അത് ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾ മൈ കോൺടാക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആക്കുക. അടുത്തതായിട്ട് വാട്സപ്പിൽ ഓഫ് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് എത്താനായിട്ട് വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് മീഡിയ ഓട്ടോ ഡൗൺലോഡിന്റെ 3 സെക്ഷൻസ് കാണാൻ സാധിക്കും. മൊബൈൽ ഡേറ്റ ഉപയോഗിക്കുമ്പോഴേ, വൈഫൈ ഉപയോഗിക്കുമ്പോഴേ, റോമിങ്ങിലായിരിക്കുമ്പോഴേ. മൊബൈൽ ഡേറ്റ ഉപയോഗിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ ഓഫ് ചെയ്യുക. അതിനുശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ ഡേറ്റയിൽ ഈ കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്യുക. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിന്റെ ഡേറ്റ പെട്ടെന്ന് തീർക്കുകയും ഫോണിന്റെ മെമ്മറി നിറയ്ക്കുകയും ചെയ്യും. അടുത്തായിട്ട് ഓഫ് ചെയ്യേണ്ട ഓപ്ഷനിൽ എത്താനായിട്ട് വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ മെസ്സേജസിന് വേണ്ടിയുള്ള ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പ്സിന് വേണ്ടിയുള്ളതുമുണ്ട്. അപ്പോൾ ഈ ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോണിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിന് നോട്ടിഫിക്കേഷൻ ടോപ്പിലായിട്ട് കാണിക്കത്തില്ല. ഈ രീതിയിൽ നോട്ടിഫിക്കേഷൻ വരും. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓപ്ഷന് ഓഫ് ചെയ്താൽ മാത്രം മതി. ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ് ഓഫ് ആകുന്നതിലൂടെ നിങ്ങൾ ഫോണിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം വരുന്ന നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് വരത്തില്ല. ഈ നോട്ടിഫിക്കേഷൻ പാനലിൽ മാത്രമേ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷന് ഉണ്ടാകത്തുള്ളൂ. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ചാറ്റ് സെക്ഷനിലുള്ള ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വാട്സപ്പ് ഓപ്പൺ ആക്കി 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ വരിക. ഇവിടെ നമുക്ക് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എൻ്റർ ഈ സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഡിഫോൾട്ടായിട്ട് എല്ലാവരുടെയും ഫോണിൽ വാട്സപ്പിൽ എനേബിൾ ആയിരിക്കും. ഇങ്ങനെ എനേബിൾ ആയിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ബാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്. മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ നോക്കുക, ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു സെൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടനാണ് കാണിച്ചിരിക്കുന്നത്. അതായത് എൻ്റർ ബട്ടൺ ഇവിടെ സെൻഡ് ബട്ടനായിട്ടാണ് ഈ കീബോർഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു കാര്യം ടൈപ്പ് ചെയ്താൽ എൻ്റർ ചെയ്ത് താഴത്തെ ലൈനിൽ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ വന്നിട്ട് ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ ഈസ് സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക, ഓഫ് ചെയ്യുക. അതായത് എൻ്റർ കീ വിൽ സെൻഡ് യുവർ മെസ്സേജ്, അതായത് ഓണാക്കുന്നതിലൂടെ എൻ്റർ കീ സെൻഡ് ഓപ്ഷൻ ആയിട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇവിടെ വന്നിട്ട് ഒരു മെസ്സേജ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കുക. മെസ്സേജ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ എൻ്റർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻഡ് ബട്ടണായിട്ടല്ല എൻ്റർ കീ ആയിട്ട് തന്നെ ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് വാട്സപ്പിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിന്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു ഓപ്ഷനാണ്. അതിനായിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് പ്രൈവസിയിൽ വരണം. പ്രൈവസിയിൽ ഏറ്റവും താഴെയുള്ള ഓപ്ഷനാണ് ഫിംഗർ പ്രിന്റ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ഇവിടെ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഷോ കണ്ടന്റ് ഇൻ നോട്ടിഫിക്കേഷൻസ് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് വരുന്ന മെസ്സേജുകളുടെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. അതായത് വാട്സപ്പ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷനിൽ ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സെറ്റിംഗ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇത് ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുന്ന മെസ്സേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നതെന്നുള്ള കാര്യം കാണാനായിട്ട് സാധിക്കത്തില്ല. പലപ്പോഴും നമുക്ക് വരുന്ന മെസ്സേജുകൾ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കാതെ നമ്മുടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എന്താണ് അവർ എഴുതി
എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുന്നത് വരുന്നു. മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം.